ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ മൂന്നോ നാലോ തവണ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഓരോ റീസൺസ് കാരണം അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഒരു ഒരു ദിവസം ചെയ്തിട്ട് നല്ലോണം കരഞ്ഞു, അപ്പോൾ വീഡിയോ ഓഫാക്കി. പിന്നെ ഒരു തവണ വീഡിയോ എടുത്തു. സംസാരിക്കാനുള്ളതൊക്കെ ഏകദേശം 10 മിനിറ്റോളം സംസാരിച്ചു. പക്ഷേ പിന്നീട് വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്ത് ഓണാക്കിയ സമയത്ത് വോയിസ് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ റീസൺസ് കാരണം ആ വീഡിയോ എടുക്കൽ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം 4 മാസമായി ഡെലിവറി കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് എടുക്കാനുള്ള ഒരു സമയം സന്ദർഭം ഒത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ജൂൺ 24-നായിരുന്നു കേട്ടോ. ഈ വർഷം ജൂൺ 24-നായിരുന്നു ഡെലിവറി. ഇപ്പോൾ 4 മാസമായിട്ടുണ്ട് വിധുവിന്. അങ്ങനെ ഞാൻ വേദന വന്നിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് പി വി ചെയ്തിട്ടുണ്ടായിരുന്നു. പി വി ചെയ്യലൊക്കെ വൻ കോമഡി ആയിരുന്നു. ഫസ്റ്റ് പി വി ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓവർ പ്രഷർ കൊടുത്തിട്ടാണോ എന്നറിയില്ല. മിക്കവരും പറഞ്ഞു പി വി ചെയ്യുമ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം പി വി ചെയ്തപ്പോൾ നല്ല പെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ആയാൽ പറ്റില്ല, പ്രസവമാണ് ഉള്ളത്, അമ്മനോട് പറഞ്ഞു ഒന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ടെൻഷനായിട്ടാ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒട്ടും പി വി ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല പെയിന് ഫീൽ ചെയ്യായിരുന്നു. എന്തായാലും അന്ന് പി വി ചെയ്ത കാരണം ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളും പിന്നെ ചെറിയ പെയിനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അത് സാരാക്കണ്ടില്ല. പക്ഷെ കൂടുതൽ പെയിനോ വാട്ടർ ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അങ്ങനെ വീട്ടിലെത്തി. ചെറിയ രീതിയിലുള്ള പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പി വി ചെയ്ത കാരണം പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വല്ലാണ്ട് സാരാക്കില്ല, ഓൾറെഡി പറഞ്ഞതാണല്ലോ ഡോക്ടർ. അപ്പം പിന്നെ വല്ലാണ്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയൊന്നും ഒട്ടും ഉറക്കം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ഡോക്ടറെ കാണിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പി വി ചെയ്തപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു മിക്കവാറും എൻ്റെ ഡെലിവറി 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനത് വല്ലാണ്ട് സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഡെലിവറി ഉണ്ടാവും, പക്ഷെ ഇത്ര നേരത്തെ, അതായത് ജൂലൈ 17-നായിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര നേരത്തെ പ്രസവം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാഗ് പാക്കിംഗ് ഒക്കെ ഏകദേശം തീർത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ പോവാന്നുള്ള രീതിയിൽ തന്നെ എന്തായാലും. അങ്ങനെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ നല്ല പീരിയഡ്സ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി നോർമലി പീരിയഡ്സ് ആവുന്ന സമയത്ത് തന്നെ നല്ല പെയിൻ ഉണ്ടാവുന്ന ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് സഹിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നേരം വെളുപ്പിച്ചു. രാവിലെ ആയ സമയത്ത് ഞാൻ ജസ്റ്റ് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കേട്ടോ എനിക്ക് ചെറിയ രീതിയിൽ പെയിൻ വരുന്നുണ്ട്, എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകണോ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഇനി അതല്ല പ്രസവ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞാലോ എന്നുള്ള തോന്നലും ഒക്കെ കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പോകണ്ട, എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇനിയും വേദന കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയം ഒരു 6:15 6:30 ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് കുളിക്കണം എന്ന് തോന്നി. കാരണം ഇനി അഥവാ ഇന്ന് തന്നെ ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു തോന്നലുകൊണ്ട് ഞാൻ അപ്പം തന്നെ പോയി കുളിച്ചു കേട്ടോ. കുളിച്ച് വന്ന ശേഷം ഞാൻ ചെറിയ രീതിയിൽ ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർക്ക് പല്ലുവേദന ഉണ്ടാവും, ചിലർക്ക് വയറുവേദന ഉണ്ടാവും, ചിലർക്ക് ഛർദ്ദി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഛർദ്ദിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്തായാലും ഹോസ്പിറ്റലിൽ പോവാന്ന്. അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും പെട്ടെന്ന് പോവുക. അങ്ങനെ ചായ കുടിച്ചു. കുളിയൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്ത് എനിക്ക് നല്ല പെയിന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞാനും അച്ഛനും അമ്മയും ഏട്ടനും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയത്. പോകുന്ന ടൈമിലും വേദന കൂടാന്നല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്നു. റിസപ്ഷനിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു വേദന വന്നിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നേരെ ലേബർ റൂമിലേക്ക് പൊക്കോളൂന്ന്. അതുമുതൽ എനിക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി. ഇതിലിടയ്ക്ക് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഏട്ടനോട് സംസാരിക്കണം എന്നുണ്ട്, ടെൻഷൻ തോന്നുന്നുണ്ട്, ആളോടൊന്ന് സംസാരിച്ചൊന്ന് കൂളാവും എന്നുള്ളൊരു
എത്രയായാലും നമ്മുടെ പാർട്ട്ണർ സംസാരിക്കുന്ന നമ്മളൊരു കൂൾ ലെവലിൽ എത്തുമല്ലോ. അപ്പോൾ ഏട്ടനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തന്നെ ഏട്ടൻ വിളിച്ചു കേട്ടോ. ആൾക്ക് നെറ്റ്വർക്കിന് എന്തൊക്കെ പ്രോബ്ലം ആയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിളിച്ചു. അപ്പോൾ കുറച്ചൊന്ന് ആശ്വാസമായിട്ടോ. അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് അവരോട് മൊബൈൽ അകത്തേക്ക് കയറ്റാൻ പറ്റുമെന്നാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഞാൻ വീട്ടിലുള്ളവരായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യും, ഇനി അവരെന്നെ പുറത്തേക്ക് ഇറക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് ഇതാണ്. അപ്പം നഴ്സ് പറഞ്ഞു, ഏയ് ഒന്നും എടുക്കണ്ട, നീ കയറിയാൽ മതി. അതായത് മരുന്ന് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ സവൈര ഹോസ്പിറ്റലാണ് കേട്ടോ, നമ്മുടെ തിരൂര് സവൈര ഹോസ്പിറ്റൽ മനോരമ ഡോക്ടറെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയാം ലേബർ റൂമിൽ 3 ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ 2 ടേബിളിൽ 2 കുട്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഡെലിവറിക്ക് വന്ന അവർ കിടക്കുന്നുണ്ട്. 3ാമത്തെ ടേബിളിൽ എന്നോട് കയറി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ പെയിൻ ഒന്ന് കുറഞ്ഞ പോലെ തോന്നിയിട്ടാ. പിന്നെ അവർ വന്ന് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നോന്ന് പറഞ്ഞു. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, പിന്നെ വേദന കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റിരിക്കുക ചെയ്യുന്നത്. അവരിടയ്ക്കിടയ്ക്ക് വരും, അവിടെ കിടക്കുമെന്ന് പറയും. അവർ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീണ്ടും എണീറ്റിരിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തൊക്കെ നോക്കുമ്പോൾ അതിലൊരു കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. മറ്റേ കുട്ടിയെ പിന്നെ കാണാനില്ല. അവളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ ചിലപ്പോൾ ഡെലിവറി നടക്കുന്ന ഈ റൂമിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും റൂം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നീടുണ്ട് നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ആർക്കാണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഡോക്ടർമാർ നല്ല ടെൻസ്ഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ എല്ലാവർക്കും ഡെലിവറിക്ക് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, അവർ നല്ലോണം ഓട്ടപ്പാച്ചിലായിരിക്കും എന്നുള്ള രീതിയിലാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ആ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞു ഏകദേശം. പിന്നെ ഡോക്ടർ വന്ന് ജസ്റ്റ് എന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെയിന് വന്നും പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വയറ് കഴുകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് മരുന്നൊക്കെ വെച്ചു. പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വയറ് കഴുകിയ ശേഷം വേദന ഇല്ലാണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പോവാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ വയറ് കഴുകി എന്നോട് പോയി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. വീട്ടിലുള്ളവരുടെ അടുത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ചിക്കു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതും പിന്നെ ഇടിയപ്പം കൂടിയായി കഴിച്ചേട്ടാ. എനിക്കപ്പോൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടി ഭയങ്കര നല്ലോണം വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ് കഴിച്ചു. ഇടിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല വേദന, എനിക്ക് പിന്നെ നടക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഡോറിൽ മുട്ടിയിട്ട് അവരോട്, ആ നഴ്സുമാരോട് പറഞ്ഞ് എനിക്ക് വേദന കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ചെന്നിട്ട് നേരെ കിടന്നു. അവിടെ നിന്നും PV ചെക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നില്ല, തീരെ PV ചെക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിൽ നഴ്സുമാർക്ക് ദേഷ്യം വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു നഴ്സുണ്ട് മറ്റുള്ള നഴ്സുമാരോട് പറയുന്നത് ആ കുട്ടി PV പോലും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ കുറച്ച് സ്ട്രോങ്ങിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആകെ ടെൻഷനാവുക. ഞാൻ അവിടെ കിടന്ന് എനിക്ക് കണക്ക് വെള്ളം വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ ഇടയ്ക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു PV ഒക്കെ ചെക്ക് ചെയ്യാൻ സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊന്ന് കൂളായിട്ട്, ഞാൻ പറഞ്ഞില്ല ആ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു PV ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും പ്രഷർ കൊടുക്കാൻ പാടില്ല, കൂളായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ PV ചെക്ക് ചെയ്യാനൊക്കെ സമ്മതിച്ചു. പിന്നെ എനിക്ക് പെയിന് നല്ലോണം കൂടി. അതായത് ഈ 11:30 രാവിലെ 11:30 മുതലാണ് എനിക്ക് പെയിന് നല്ലോണം വന്നു തുടങ്ങി. അങ്ങനെ പെയിനൊക്കെ വന്ന് ഞാൻ നല്ല കരച്ചിലായിരുന്നു. മറ്റൊരു ബെഡിൽ കിടക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കൂളായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ നല്ലോണം കരഞ്ഞു. അലറി കരയാന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ ഡോക്ടറോടും നഴ്സുമാരോടും പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം, അമ്മയുടെ അടുത്ത് പോകണം, എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ എന്തൊക്കെയോ എൻ്റെ വായിൽ തോന്നിയത് മൊത്തം ഞാൻ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്രയും പെയിന് കൂടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം പെയിന് വന്നു. ആ പെയിന് വന്ന് ഡെലിവറി കഴിയുന്നത് വൈകുന്നേര സമയത്താണ്. 4:10 വരെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആ ടൈമിൽ ഇടയ്ക്ക് വെള്ളം കൊണ്ട് തരുന്നുണ്ട്. നല്ല കുറച്ച് നഴ്സുമാർ, നല്ല കുറച്ച് ഡോക്ടേഴ്സിനെ കണ്ടുകിട്ടാന്ന്. കാരണം ചില നഴ്സുമാരൊക്കെ നല്ല
ഹെൽപ്പായിരുന്നു. ഹെൽപ്പ് എന്ന് പറയൽ അതല്ല പറയുന്നത്, എന്താണ് അവർ നല്ല കൂളായിട്ടായിരുന്നു കേട്ടോ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ക്ലാസ് വെച്ച് നേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലോണം പ്രാർത്ഥിച്ച് കിടന്നോ കേട്ടോ എന്നൊക്കെ, ഇപ്പം മാറിക്കോളും. പിന്നെ ഒരു വേറൊരു നേഴ്സ് വന്നിട്ട് പൊന്നു പൊന്നു സാരമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര കൂളായിട്ട് നല്ലൊരു സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ. ഡോക്ടറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഡോക്ടർ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അവരെ കാണുമ്പോഴാണ് ഏകദേശം ഒരു സമാധാനം. എങ്ങനെയായാലും പ്രസവം കഴിഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. പിന്നെ കുട്ടിയെ കാണാനുള്ള ആകാംക്ഷ അതിനേക്കാൾ. അപ്പൊ എത്ര വേദന വന്നാലും സാരില്ല എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. ഞാൻ അവസാനം എന്തൊക്കെയോ വയറിൽ നോക്കി കുട്ടിയോട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒന്ന് വേഗം പുറത്ത് വാടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എനിക്ക് അത്രയും സഹിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് തല കറങ്ങുന്നുണ്ട്. തല കറങ്ങിയിട്ട് അവിടെ തന്നെ കിടക്കുക, വെള്ളം കുടിക്കുക. ഇവരിടയ്ക്ക് വന്ന് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു 4:10 ഡെലിവറി കഴിഞ്ഞു കേട്ടോ. ഡെലിവറി കഴിഞ്ഞപ്പോൾ എന്താണ് ഡോക്ടർ പിന്നെ അവസാനം അവിടെ വെച്ച് സ്റ്റിച്ചൊക്കെ തുന്നുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ നഴ്സിനോട് ചോദിച്ചു എന്താ കുട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ നഴ്സ് പറഞ്ഞു ഒരു മിനിറ്റ് കേട്ടോ. നഴ്സ് അപ്പോൾ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല. നഴ്സ് അങ്ങനെ അവിടെ പോയി വന്നിട്ട് പറഞ്ഞു ആൺകുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു 2-3 മിനിറ്റിന് ശേഷം കുട്ടിയെ വാഷപ്പ് ചെയ്തതിന് ശേഷം അവര് ഡോക്ടറിനെ കൊണ്ടുവന്ന് എൻ്റെ കവിളിൻ്റെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കുട്ടിയെ കൊണ്ട് ഒരു ഉമ്മൊക്കെ തെളിയിപ്പിച്ചിട്ട് എനിക്ക് നമ്മുടെ ലൈഫിലത്തെ ഏറ്റവും എന്താ പറയുക, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അതായത് എന്താ പറയുക, ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ഭയങ്കര ഇമോഷണലി ഇതാവുന്നുണ്ട്. എൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് നമ്മുടെ മേത്ത് ഇങ്ങനെ കിടത്തിയ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. പക്ഷെ ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏട്ടനായിരുന്നു. ഏട്ടൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഏട്ടന് ആ കുട്ടിയെ വാങ്ങുന്നത് ഇതൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും അതിന് പറ്റിയില്ല. അങ്ങനെ കുട്ടിയെ കാണിച്ചു തന്നു. എന്ന് നല്ലൊരു പച്ച ടർക്കിയിൽ എൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് ഡോക്ടർ ഇങ്ങനെ കാണിച്ചെന്ന്. അങ്ങനെ കുട്ടിയെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം എന്നോട് വേറൊരു റൂം കാണിച്ചു തന്നു. അങ്ങോട്ട് പോയി കിടന്നു എന്ന് പറഞ്ഞു. അവിടെ ഞാൻ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന്. അപ്പോൾ എനിക്ക് പിന്നെ ഉണ്ടായിരുന്ന പെയിനൊക്കെ ഞാൻ ഏകദേശം മറന്നു തുടങ്ങി കേട്ടോ. അതായത് കുട്ടിയെ കണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ വേറൊരു രേഖ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് പോയി കിടന്നു എന്ന് പറഞ്ഞില്ലേ ഒരു റൂമിൽ. ആ രേഖ എന്ന് പറയുന്ന കുട്ടി ഇതുപോലെ ഡെലിവറിക്ക് വേണ്ടി വന്ന അവളെ ഇടയ്ക്കിടയ്ക്ക് ആ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ, അവളുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കുട്ടി വരുമ്പോൾ അവൾ പുറത്തുനിന്നാണ് വരുന്നത്. അതായത് എൻ്റെ പാരൻസ് ഒക്കെ ഇരിക്കുന്നിടത്തു നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടിയെക്കുറിച്ച്, അവിടെ എന്തെടുക്കുന്നത്, ആരാ അവിടെ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച്. പിന്നെ ഏകദേശം പെയിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എത്രയായാലും നമ്മുടെ ആ ഒരു ഹാപ്പി മൊമെന്റ്സിൽ നമ്മൾ ആ പെയിനൊക്കെ മറക്കും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ വിറയലുണ്ടായിരുന്നു കേട്ടോ. വിറയൽ ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഉടനെ തുടങ്ങിയ വിറയൽ. അതായത് ഈ രേഖ എന്ന് പറയുന്ന കുട്ടിയോട് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോഴൊക്കെ ഞാൻ വിറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നിട്ടില്ല. എനിക്ക് തണുത്തിങ്ങനെ വിറച്ചതാ. ആ വിറയൽ മാറാൻ പെട്ട ഒരു പാട്, ഒരുപാട് ടൈം ആ വിറയലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു നഴ്സ് തൊട്ടടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ചൂടുള്ള എന്തെങ്കിലും വെള്ളം വേണം, എനിക്ക് ഹോർലിക്സ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് പുറത്ത് പോയി പറഞ്ഞു. അച്ഛൻ ഹോർലിക്സ് ഒക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ച് 2 ഗ്ലാസ് ഹോർലിക്സ് ആട്ടോ ആ ഒറ്റയടിക്ക് ഞാൻ ഇരുന്ന് കുടിച്ച്. ആ ഹോർലിക്സ് കുടിച്ച ശേഷമാണ് എനിക്ക് ഏകദേശം എൻ്റെ വിറയൽ മാറി തുടങ്ങിയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മ കുട്ടീനേറ്റ് വരുന്നു, കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ആ മൊമെന്റ്സ് ഒക്കെ നമ്മളെന്താ പറയാ, ഡെലിവറി കഴിഞ്ഞവർക്ക് അതിൻ്റെ ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഏകദേശം. കുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ കുറേ ഒരു ഉമ്മ വെച്ചു കേട്ടോ. ആദ്യം പാല് കൊടുക്കുന്നതിന് മുമ്പേ. പിന്നെ പാലൊക്കെ കുറവായിരുന്നു. പാലൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടിയെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി അമ്മ എനിക്ക് കാണിച്ചു തന്നെ എൻ്റെ അടുത്തൊന്ന് കിടത്തി തന്നൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് തന്നെ കൊണ്ടുപോയി. എന്നോടൊരു 6 മണി 6:30 സമയത്തെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 2.5 മണിക്കൂറോളം എന്തോ 3 മണിക്കൂർ എന്തോ അവിടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ കുട്ടിയുടെ അടുത്ത് പോയി കിടക്കണം, അവനെ ഒന്ന് എടുക്കണം, ആ ഒരു മൈൻഡിലായിരുന്നു. അങ്ങനെ ഒരു 6:30 തോന്നുന്നു. 6:30 ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വീൽ ചെയറിലൊക്കെ അവിടുത്തെ ആൾ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ
കുളിപ്പിച്ചു കേട്ടോ അതിനിടയിൽ. കുളിപ്പിക്കാൻ മീൻസ് വെള്ളം കൊണ്ടൊന്നും കുളിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് അവർ മേലൊക്കെ ഒന്ന് തുടച്ച് തന്നു. പിന്നെ ഡ്രസ്സ് അവിടെ നിന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. കുട്ടീനെ അപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇവർ എന്നെ വീൽ ചെയറിലൊക്കെ ഉന്തി നമ്മുടെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. കുറേ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ചെന്ന് എൻ്റെ കുട്ടിയുടെ അടുത്ത് പോയി കിടന്നു കേട്ടോ. അങ്ങനെ ചെന്നപ്പോൾ എന്താ പറയുക, അതൊക്കെയെന്ന് പറയുന്നത് അത്രയും എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എൻ്റെ അത്രയും ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ. അങ്ങനെ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അപ്പം തന്നെ ഏട്ടൻ വീഡിയോ കോൾ ചെയ്ത് ഏട്ടനെ കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം ഏട്ടനും കൂടി എത്രയായാലും ആ ഒരു മൊമെന്റിൽ ഒപ്പം വേണമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എനിക്ക് വീണ്ടും ചിക്കു ജ്യൂസ്, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, ചിക്കു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. വീണ്ടും ചിക്കു ജ്യൂസ് കൊണ്ടുവന്ന്, തണുപ്പുള്ളതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആകെ വിയർക്കുന്ന പോലെ, വിറയിലൊക്കെ മാറി പിന്നെ ആകെ വിയർക്കുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കു ജ്യൂസ് തന്നെ പറഞ്ഞു, തണുപ്പുള്ള ചിക്കു ജ്യൂസ് തന്നെ കുടിച്ച് 1.5 ഗ്ലാസ്, അതായത് നമ്മുടെ ജ്യൂസ് ഗ്ലാസ് അത്യാവശ്യം വലുതായിരിക്കുമല്ലോ, പക്ഷേ അതിൽ ഞാൻ 1.5 ഗ്ലാസ് ചിക്കു ജ്യൂസ് വീണ്ടും കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ഡോക്ടർ പറഞ്ഞു എന്താണ് ഹാർഡായിട്ടുള്ള ഒന്നും കഴിക്കണ്ട, കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു ആനനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടർക്ക് അറിയോ അറിയില്ലേ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അത്രയും വിശപ്പുണ്ടായിരുന്നു, കഞ്ഞി കുടിച്ചാലൊന്നും മാറാത്ത അത്രയും വിശപ്പ്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി നല്ലോണം ഒടച്ച് ചോറ് തന്നെ ഇട്ടോ ഞാൻ കഴിച്ചു. അത്യാവശ്യം നല്ലോണം കഴിച്ചു, എനിക്ക് അത്രയും വിശപ്പ്. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ഇടയ്ക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാൻ തരുന്നുണ്ട്. അന്ന് പിന്നെ കുട്ടിയെ എൻ്റെ അടുത്ത് കിടത്തിയില്ല കേട്ടോ. കാരണം ഹോസ്പിറ്റലിലത്തെ ബെഡ് എത്ര ആയാലും ചെറിയൊരു ഐറ്റം ബെഡ് ആയിരിക്കുമല്ലോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് നമുക്ക് കുട്ടിയുടെ അടുത്ത് കിടക്കുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും. പിന്നെ അന്ന് രാത്രി ആയപ്പോഴേക്കും എനിക്ക് ഏകദേശം വേദനയൊക്കെ കൂടിയിട്ടോ. പിന്നെ ചെറിയ രീതിയിൽ അവിടെ വന്ന ശേഷം മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിയെ രാത്രി അമ്മയും അച്ഛനൊക്കെ കിടക്കുന്നിടത്താണ് കിടത്തിയത്. ഏട്ടൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ നാത്തൂനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആ റൂമിലായിരുന്നു. അങ്ങനെ അവരുടെ അടുത്താട്ടോ കുട്ടിയെ കിടത്തിയത്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്ക് ഏകദേശം പെയിൻ നല്ല കൂടി. നമ്മുടെ സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടായിരുന്നില്ലേ, 4 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു, അതിൻ്റെ ഏകദേശം പെയിനൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ നഴ്സ് വന്നിട്ട് പറഞ്ഞു ഒരു 8 മണിയാകുമ്പോഴേക്കും കുളിക്കണം എന്ന് പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കണം, കാരണം അവർക്ക് വന്ന് മരുന്നൊക്കെ തേച്ച് തരാനുള്ളതാണ്. അങ്ങനെ വന്ന് അവർ മരുന്നൊക്കെ തേച്ച് തന്നു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് എനിക്ക് വേദനകൾ തുടങ്ങിയത്. വേദനയുടെ ഒരു പൂരമായിരുന്നു കേട്ടോ. അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് നിപ്പിൾ നല്ലോണം വേദന ഉണ്ടായിരുന്നു. നല്ല വേദന എന്ന് പറയുമ്പോൾ നിപ്പിൾ വേദനിക്കുന്ന, പിന്നെ പീരിയഡ്സ് പെയിൻ, നമ്മുടെ അടിവയറിൻ്റെ അവിടെ വേദനയെ കിടന്ന് ഞാൻ കരയുക. കുട്ടി പാല് കുടിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടിവയറിൽ വേദന കൂടി വരിക. അങ്ങനെ കുട്ടിയെ ഞാൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് എനിക്ക് തല കറങ്ങുക, എനിക്ക് വേദന, ഭയങ്കര വേദന. അങ്ങനെ ഡോക്ടറോട് പോയി പറയുന്നുണ്ട്. ഡോക്ടർ പറയും ജാതി വേദനയാണ്, നല്ലതാണത്, നല്ല സിമ്പിളാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ അപ്പുറത്തെ റൂമിലത്തെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ ഒക്കെ പറഞ്ഞ് പാല് കൊടുക്കുന്ന സമയത്ത് വേദനിക്കുക. അപ്പോൾ അവരും പറയുന്നു നല്ലതാണ് വേദന, ജാതി വേദനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനി വീട്ടിൽ ചെന്ന് നമ്മുടെ ഉലുവയുടെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മാറും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഡിസ്ചാർജ് ആവുന്നത്. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എന്താണ് വീട്ടിലെത്തിയിട്ട് വേണ്ട ഇനി അവന് പാല് കൊടുക്കാനെന്ന് വിചാരിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കൊന്നും കൂടെ പാല് കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. കുട്ടിയെ പാല് കൊടുക്കാൻ വേണ്ടി ഇരുത്തി. അതിനിടയിൽ വേദന അങ്ങോട്ട് കൂടി, നല്ല വേദന. അതായത് എനിക്ക് പ്രസവ വേദനയാണോ ഇരുന്നോ കൂടുതൽ, അതോ ഇപ്പം അനുഭവിക്കുന്നതാണോ വേദന എന്നൊക്കെ. പ്രസവ വേദന എന്തായാലും പ്രസവ വേദന തന്നെയാട്ടോ, അത്രയും വേദന ഉണ്ട്. വേദന ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഫീഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അതേ വേദനയാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പാല് കൊടുക്കാൻ ഇതുപോലെ പിടിച്ചിട്ട് അവസാനം എനിക്ക് തലമിന്നി. അങ്ങനെ അമ്മയും അവിടുത്തെ അമ്മയും കൂടെ വന്നിട്ടാണ് കുട്ടിയെ പിടിച്ചത് കേട്ടോ. എനിക്ക് തലമിന്നിക്കൊണ്ടിരിക്കുക, നല്ല വേദന ഉണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയിട്ടും എനിക്ക് അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലൊക്കെ കയറിയ ആള് നല്ലോണം നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആള് ചുറ്റുപാടൊക്കെ നല്ലോണം നോക്കും, കണ്ണു തുറന്ന് നമ്മളൊക്കെ നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
പിന്നെ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് തന്നെ കിടത്തിയിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് അപ്പോഴേ ഈ വയറുവേദന, നമ്മുടെ ജാതി വേദന എന്ന് പറഞ്ഞത്, ആ വേദന നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു 20 ദിവസത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വേദന കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. ഡോക്ടർക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഒരു മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. പിന്നീട് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ആ 20 ദിവസത്തോളം നമ്മുടെ വയറുവേദനയായിട്ട് നിന്നു. പിന്നീട് സ്റ്റിച്ച് ഉണങ്ങാത്ത വേദന, ഒരു വേദന കഴിയുമ്പോൾ അടുത്ത വേദന തുടങ്ങുക എന്നുള്ള രീതിയിൽ. അതുവരെ എനിക്ക് സ്റ്റിച്ചിൻ്റെ വേദന കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വയറുവേദന നിന്ന ശേഷം എനിക്ക് സ്റ്റിച്ചിൻ്റെ വയറുവേദന ഞാൻ പറഞ്ഞില്ല, ഉലുവ സാധനങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഏകദേശം വയറുവേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സ്റ്റിച്ചിൻ്റെ വേദന അങ്ങോട്ട് കൂടി. നല്ലോണം സ്റ്റിച്ച് പഴുത്ത പോലെ കയറുന്ന, പിന്നെ ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വെക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലായിരുന്നു കുളിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദന എനിക്കൊരു 40-41 ദിവസത്തോളം നീണ്ടു നിന്നു കേട്ടോ. അങ്ങനെ ഏകദേശം സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ മാറി, നമ്മുടെ കുട്ടിയുടെ 28 കഴിഞ്ഞ് ആ ഒരു ജേർണി എന്തായാലും ഓവർ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നും വേദിട്ടൻ്റെ ഫേസ് കാണുമ്പോൾ എത്രയ്ക്കായാലും ആ അനുഭവിച്ച വേദനകളൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ള മൈൻഡ് തന്നെയാണ്. അവൻ്റെ ആ ഫേസ് കാണുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അത്രയും ഹാപ്പിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി ഇതുപോലത്തെ സ്റ്റോറിയുമായിട്ട് വരുന്നുണ്ട്. സ്റ്റോറി കെട്ടുകഥകളല്ലല്ലോ, എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.